സോ നിങ്ങൾക്കറിയാവുന്ന വലിയ വലിയ സെലിബ്രിറ്റീസും കാര്യങ്ങളെല്ലാം വലിയ ലക്ഷറി ആയിട്ടുള്ള കാറുകളും കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ടല്ലേ. അത് മാത്രമല്ല ഇവർ ഈ ഒരു സംഭവം അല്ലെങ്കിൽ അവർക്ക് 100% ഒരു ഇൻകം ജനറേറ്റ് ആയാലും അതിൽ ഇത്രത്തോളം ശതമാനം ഒരു ടാക്സ് ആയിട്ട് പോകുന്നുള്ളൂ. ഏകദേശം പകുതിയോളം ശതമാനം ടാക്സ് ആയിട്ട് പോകും. സോ ഇതൊന്ന് കുറയ്ക്കാൻ വേണ്ടി അവർ ചെറിയൊരു പണി ഇതിൽ ഒപ്പിക്കുന്നുണ്ട്. സോ എന്താണെന്നല്ലേ പറഞ്ഞുതരാം. അതിന് മുമ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെലിബ്രിറ്റി ആരാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റിലും കൂടെ അറിയിക്കുക. സോ ചാനൽ ആദ്യമായിട്ട് കാണാൻ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. സോ എന്താണെന്നല്ലേ, സോ നിങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു 100% ഒരു ഇൻകം ജനറേറ്റ് ആവുന്ന അല്ലെങ്കിൽ 100% പ്രതിഫലം വാങ്ങിക്കുന്ന ഒരു സെലിബ്രിറ്റിക്ക് ടാക്സ് ആയിട്ട് പോകുന്നത് ഏകദേശം അതിൻ്റെ ഒരു 30%. 100% വാങ്ങിച്ചാൽ 30%, അതായത് 10 ലക്ഷം വാങ്ങിച്ചാൽ 3 ലക്ഷം ടാക്സ് ആയിട്ട് പോകുന്നുണ്ട്. സോ ഈ ഒരു സംഭവം കുറയ്ക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അവർക്ക് ലക്ഷറി ആയിട്ടുള്ള കാറുകൾ അവർ നിങ്ങൾ നോക്കുമ്പോൾ അവരില്ല ലക്ഷറി ആയിട്ടുള്ള കാറുകൾ വാങ്ങിക്കുന്നുണ്ട്. സോ ഈ ഒരു സംഭവത്തോട് അവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ലക്ഷറി ആയിട്ടുള്ള കാറുകൾ ഒരു ലൈബിലിറ്റീസ് ആയിട്ടാണ് അവിടെ മാറുന്നത്. ഈ കാറിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുമ്പോൾ ഇവർക്ക് ടാക്സ് ബെനിഫിറ്റ് ആയിട്ട് കിട്ടുകയും ടാക്സിൻ്റെ എമൗണ്ട് കുറയ്ക്കുക, ആ ഒരു പെർസെൻറ്റേജ് കുറയുകയും ചെയ്യുന്നു. അതാണ്